ഏത് ആ റോഡ് എത്തുന്നതനുസരിച്ച് ആദ്യത്തെ ഇടി വലത്തുന്നേ വരത്തുള്ളൂ. അപ്പൊ വലതുവശം നോക്കുകയും വേണം. അപ്പൊ നോക്ക്, ഈ റോഡ് നമുക്ക് കാണാതെ അറിയാം ഇപ്പൊ എങ്ങനെയാണെന്ന്. അതിനനുസരിച്ച് വണ്ടി ഒന്ന് ഇടത്തോട്ട് ചരിയാൻ വേണം, അവിടെ കാഴ്ചയും കിട്ടണം. ഇപ്പോഴല്ല, ഇച്ചിരി മുന്നോട്ട് ചെല്ലണം. ചെല്ലുന്നതനുസരിച്ച് എങ്ങോട്ട് കാഴ്ച ഇടണം. ഇപ്പോഴും അവരെ നോക്കിയിരിക്കുക. നമ്മുടെ സൈഡ് ഇതേ ഫ്രീയാ. ഇച്ചിരി കൂടെ മുന്നോട്ട് ചെല്ലുന്നതനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നോണ്ടിരിക്കും വണ്ടിയെ. വരട്ടെ വന്നോട്ടെ. കൈ ചരിയുന്നതനുസരിച്ച് വണ്ടി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും. ഇനിയും ചരിഞ്ഞാൽ ഇങ്ങോട്ട് വരും. കൈ ചരിഞ്ഞിട്ടില്ല. അത് തിരിയുന്നതനുസരിച്ച് വണ്ടി തിരിച്ച് തീർക്കൊന്നും വേണ്ട. പതുക്കെ മുന്നോട്ട് ചെല്ലട്ടെ. മാമിന് ആ സൈഡ് കാണാൻ പറ്റും മാം. ഇത് കണ്ട, നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. പതുക്കെ ഇറങ്ങി നിൽക്കി. നമ്മളുണ്ടെന്ന് അവരും അറിയണ്ടേ. ആനങ്ങട്ടെ. ഇനി അവിടെ എപ്പോൾ ക്ലിയർ ആവുന്നോ അപ്പം പോയാൽ മതി. അതുവരെ നിന്നോ വേണമെങ്കിൽ. ഇറങ്ങാവാ? അപ്പൊ പതുക്കെ പോട്ടെ. ശ്വാസം എടുക്കുന്നു. വാ. എങ്ങോട്ടാ വണ്ടി കൊണ്ടുപോകണ്ടേ? അപ്പൊ എന്നിട്ട് എന്താ വരാത്ത? അനങ്ങാതിരിക്കുക. നിർത്ത്. ഒന്നോടെ നോക്ക് അവിടെ. മാം അങ്ങനെ നോക്കും തോറും അടുത്തടുത്ത വണ്ടികൾ ഒന്ന് നിറയും, പിന്നെ തിരക്കാവും. അവിടെ നോക്കാം. ഇനി അവിടെ നിന്നേ തട്ട് കിട്ടുള്ളൂ നമുക്ക്. അവിടെ ഓക്കെ ആണെങ്കിൽ മുൻവശം നോക്കി ഇറങ്ങിപ്പോയിക്കും. പോവാ. അപ്പൊ ഇവിടെ നോക്കി തിരിച്ചിറക്കി കൊണ്ടുപോവാ. ചുറ്റുപാടും നോക്കിയിരിക്കുക കേട്ടാ. ഓക്കെ ആണാ? എന്തിനാ മാം ഇങ്ങനെ ചുറ്റുപാട് നോക്കി പേടിക്കുന്നത്? പോട്ടെ. നമ്മുടെ വഴിയിൽ വേറെ ആരും വരില്ല. മുന്നിൽ നിന്ന് മാത്രമേ തടസ്സങ്ങൾ വരത്തുള്ളൂ. ആ മുന്നിൽ ഏത് സൈഡിലാണ് തടസ്സം അത് നോക്കുക. അവിടെ ഓക്കെ ആണെങ്കിൽ മുന്നിലേക്ക് നോക്കി ഇറങ്ങുക. അവിടെ വേറൊരു ആലോചന വേണ്ട. പുറകിൽ നിന്നൊന്നും ഒരാളും ചാടി കയറി മുന്നിൽ വരാൻ പറ്റില്ല. വരുന്നെങ്കിൽ അവന് ആ സൈഡിൽ കൂടെ വരാൻ പറ്റുള്ളൂ.